ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ. വീട്ടിൽ പച്ചരി ഉണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോംബോ റെസിപ്പിയാണ് കേട്ടോ. ബൺ ദോശ അല്ലെങ്കിൽ ബണ്ണപ്പം, അതിൻ്റെ കൂടെ ഒരു സിമ്പിളായിട്ടൊരു ഉള്ളി ചട്നിയും കൂടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ബണ്ണപ്പത്തിലേക്കുള്ള അരി ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നോർമൽ നമ്മൾ ദോശയ്ക്ക് എടുക്കുന്ന സെയിം അരി തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് 3-4 തവണ ഒന്ന് കഴുകിയെടുത്തിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിതിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുക. നമുക്ക് ഏകദേശം ഒരു ചുരുങ്ങിയത് 3 മണിക്കൂർ 2.5-3 മണിക്കൂർ എന്തായാലും കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് മാവ് റെഡിയാക്കി തുടങ്ങാം. അങ്ങനെ നമ്മുടെ അരി ഇതാ മൊത്തത്തിൽ കുതിർന്ന് വന്നതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുതിർന്നതിന് ശേഷം പിന്നെ വീണ്ടും അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഞാൻ പകുതിയോളം അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒറ്റ തവണയായിട്ട് അരച്ചെടുക്കാനേ ഉള്ളുവാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അടുത്തത് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് അരക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതാ പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി പകുതി അടുത്തതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ചോറാണ്. 1 കപ്പ് അളവിൽ ചോറും കൂടി എടുത്തിട്ട് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് നേരെ പകുതിയാണ് തേങ്ങയും ചോറും എടുക്കേണ്ടത്. അതും ഇതുപോലെ ഇതാ പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് പകുതിയോടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മൾ ഉഴുന്ന ദോശയുടെയൊക്കെ മാവ് അരച്ചെടുക്കുമല്ലോ, ആ ഒരു തിക്നെസ് തന്നെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കണേ. ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ബണ്ണപ്പം റെഡി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ മാവ് ഇതാ അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഒട്ടും തരികളില്ലാതെ ഇതുപോലെ തിക്കായിട്ട് അരച്ചെടുക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇതാ സെക്കൻഡ് ബാച്ചും ഞാൻ ഇതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം കൈ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം കൈ കൊണ്ട് വേണമായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതൊരു മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. എന്തായാലും ഒഴിച്ചു വിടാൻ പാടില്ല. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മാവ് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിലാവും. കണ്ടില്ല, മാവ് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി കുറച്ചൊന്ന് പൊങ്ങി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒന്നുകൂടി തിക്കായിട്ട് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് മാറും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുക. ഉപ്പൊന്നും ഇടണ്ട കേട്ടോ ഈ ഒരു ടൈമിൽ. അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മാക്സിമം ഒരു 8 to 10 മണിക്കൂർ, അതായത് ഇപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ അരച്ച് വെക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സിമ്പിളാണ് ചുട്ടെടുക്കാനൊക്കെ. അപ്പോൾ 8 മുതൽ 10 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് ഞാൻ എൻ്റെ മാവ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല പതഞ്ഞ് സെറ്റായിട്ടുണ്ടല്ലോ. സ്പൂൺ കൊണ്ട് നീക്കുമ്പോൾ നോക്കി നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വന്നാലാണ് കേട്ടോ അതുപോലത്തെ സ്പോഞ്ചി ആയിട്ടുള്ള ബണ്ണപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാവിൻ്റെ റെസ്റ്റിംഗ് ടൈം നിങ്ങൾക്ക് മാക്സിമം എത്ര വെക്കാൻ പറ്റും അത്രയും നമുക്ക് ബണ്ണപ്പം നന്നായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിന് ചെറിയൊരു പരിപാടിയുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ മാക്സിമം നന്നായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതിപ്പോൾ നോർമൽ നമ്മുടെ ദോശയുടെയൊക്കെ മാവ് പോലെ ഇരിക്കുന്നില്ല. ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. ഇതിലേക്കൊന്ന് താളിച്ച് വയ്ക്കണം. അതായത് കാച്ചിപ്പാരാണ്, കുറച്ച് കടുകും പച്ചമുളകൊക്കെ. അപ്പോൾ നമ്മുടെ കാച്ചിപ്പാരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നില്ല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 5-6 പച്ചമുളക് ഇതുപോലെ പൊടിയായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് ആ ഒരു നല്ലൊരു മണവും ചെറുതായിട്ട് ആ ഉഴുന്നൊക്കെ ഒന്ന് കളർ മാറി വരുന്ന ഒരു സമയം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു സവാളയുടെ പകുതിയൊക്കെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർക്കുക കേട്ടോ. ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അതില്ലാതെ തന്നെ നല്ല ടേസ്റ്റ്. അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ കറിയൊന്നും പ്രത്യേകിച്ച് ഒന്നും വേണ്ട കേട്ടോ. ചിലവരങ്ങനെ ചേർക്കാറുണ്ട്. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യല്. അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ഉഴുന്നൊക്കെ ഒന്ന് നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു മണം വന്നിട്ടുണ്ട് കേട്ടോ. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മാവിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കവും വേണം കേട്ടോ. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്, കാരണം ചൂടോടെ ഒഴിക്കുകയല്ലേ, മാവ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പീഡിൽ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ മാവിൻ്റെ എല്ലാ സൈഡിലും നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബണ്ണപ്പം ചുട്ടെടുക്കുമ്പോൾ ഒട്ടും തന്നെ എണ്ണ കാര്യങ്ങളൊന്നും ഒഴിക്കാതെയാണ് ചുട്ടെടുക്കുക. അതുകൊണ്ട് തന്നെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ മിക്സിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബണ്ണപ്പം ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ ബണ്ണപ്പം ബൺദോശ ചുട്ടെടുക്കാൻ വേണ്ടി ഇതുപോലെ അപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഒന്നിക്ക് അപ്പച്ചട്ടി അല്ലെങ്കിൽ കുഴിയുള്ള ചീനിച്ചട്ടിയിൽ അങ്ങനത്തെ എന്തെങ്കിലും വെക്കുക കേട്ടോ, എങ്കിലേ കറക്റ്റ് ആ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം അവിടെ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എങ്കിൽ നമ്മളതിൽ ചേർത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ എല്ലാ സൈഡിലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു വലിയ സ്പൂണ് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിം അല്ലെങ്കിൽ ലോയിൽ ഒരല്പം കൂടുതലായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നല്ലപോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമാണ് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് അടുപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ല, നല്ലപോലെ വീർത്ത് സെറ്റായിട്ടുണ്ട്. ആ ഒരു മിഡിൽ ഭാഗം നന്നായിട്ട് പൊങ്ങി വരുന്നവരെ തന്നെ വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് മാത്രം തിരിച്ചിട്ട് കൊടുക്കുക, എങ്കിൽ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നാൽ തന്നെ ഓൾറെഡി ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പതുക്കെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു സൈഡും കുറച്ചൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ബണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ല. ആ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ടൈമിങ്ങേ ഇതുള്ളൂ കേട്ടോ. ബാക്കി രാവിലെ ചുട്ടെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ബൺദോശ അല്ലെങ്കിൽ ബണ്ണപ്പം ഇതാ മൊത്തത്തിൽ റെഡിയാക്കി വെച്ചിട്ട് നല്ല ഭംഗിയില്ല കാരണം. ശരിക്കും ഒരു ബണ്ണ് പോലെ തന്നെയുണ്ട്, നല്ല സ്പോഞ്ച് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നൊരു സിമ്പിൾ ഉള്ളി ചട്നി റെഡിയാക്കാം. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കോംബോ എന്നുള്ള രീതിക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം 1.5 ടീസ്പൂണോളം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഏകദേശം ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 6 വറ്റൽമുളക് ചെറുതും വലുതൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവർ എരിവും കാര്യങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുത്താൽ മതിയെ വലുതാണെങ്കിൽ. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക, ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. അതായത് ചെറുതായിട്ട് ഈ ഒരു വറ്റൽമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഒന്ന് കളറ് മാറി വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് വഴന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വലിപ്പം കൂടുതലുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറക്കണേ മാക്സിമം. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ തേങ്ങയും സവാള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ മാക്സിമം വഴന്ന് വരണം കേട്ടോ. ആ ഒരു പച്ച ടേസ്റ്റ് മൊത്തത്തിൽ മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ചട്നി റെഡിയായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുത്തലുണ്ടാവും ആ ഒരു ഉള്ളിയുടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ചെറിയ ഉണ്ട പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇത്രയും സമയം ഉപ്പൊന്നും ഇട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പിട്ടിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സാക്കിയിട്ട് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒന്നിക്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പിട്ടാലും മതിയിട്ട കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ മിക്സ് നമ്മുടെ ചൂടാറിയതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ് അളവിൽ ശർക്കരയും കൂടി ഞാൻ ആദ്യം മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തോ വീഡിയോ മിസ്സായി പോയതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ മധുരത്തിന് ആവശ്യമില്ല ശർക്കര ഒരു പീസ് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഏകദേശം ഒരു 3/4 കപ്പ് അടുത്ത് പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കുക. കാരണം ചിലവർക്ക് ലൂസായിട്ടുള്ള ചട്നി ആയിരിക്കുമല്ലോ ഇഷ്ടം, ചിലവർക്ക് തിക്കായിട്ടുള്ളതായിരിക്കും ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചൊന്ന് താളിച്ച് വയ്ക്കണം. നോർമൽ ചട്നി കാച്ചിപ്പരുന്ന പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നില്ല അതും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് പൊട്ടി വരുന്ന സമയത്ത് ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം അറിയാലോ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ചട്നിയുടെ ബൗളിലേക്ക് ഞാൻ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പും എരിവും പുളിയും മധുരവും ഒക്കെ കൂടി ഒന്നിച്ച് ബാലൻസ് ആവുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശർക്കരയുടെ അളവും പുളിയുടെ അളവൊക്കെ നിങ്ങൾ തന്നെ ബാലൻസ് ചെയ്ത് ഇടണം കേട്ടോ. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടണം, എങ്കിലേ ആ ഒരു ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള കോംബോ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പെട്ടെന്ന് മെനക്കെടൊന്നും ഇല്ലാതൊരു പണിയാണല്ലോ ഈ ഒരു ചട്നിയും അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറിയും നല്ല മീൻ മുളകിട്ട കറിയൊക്കെ ഉണ്ടെങ്കിലല്ല കേട്ടോ, അതാണ് എനിക്ക് പേഴ്സണലി ബെസ്റ്റ് കോംബോ ആയിട്ട് തോന്നിയത്. പക്ഷേ എല്ലാവരും രാവിലത്തെ ഈസി പരിപാടി എന്ന് പറയുന്ന ഈ ഒരു ചട്നിയും ഇങ്ങനെയുള്ള സംഭവങ്ങളല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിനി വേറൊരു വീഡിയോയിൽ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട്
ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബണ്ണ് പോലത്തെ ബണ്ണപ്പം അല്ലെങ്കിൽ ബൺദോശയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കോംബോ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും മറ്റേ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്